Hello, welcome to Civil Diaries. അപ്പോൾ ഇന്ന് വീണ്ടും സ്റ്റഡി ക്യാപ്സ്യൂളിന്റെ ഒരു സെക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സിമെന്റ്സും അതിന്റെ യൂസസിനെയും കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈപ്പ് സിമെന്റ് ഉണ്ട്. അതിൽ ആദ്യം വരുന്നത് ആസിഡ് റെസിസ്റ്റന്റ് സിമെന്റ് ആണ്. ആസിഡ് റെസിസ്റ്റന്റ് സിമെന്റ് യൂസ് ചെയ്യുന്നത് കെമിക്കൽ ഇൻഡസ്ട്രീസിലാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് സിമെന്റ് ആണ്. ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് സിമെന്റ് യൂസ് ചെയ്യുന്നത് മാസ് സ്ട്രക്ചേഴ്സിന്റെ കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ മെറൈൻ സ്ട്രക്ചേഴ്സിന്റെ കൺസ്ട്രക്ഷനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തേത് പോർട്ട്ലൻഡ് പൊസോളന സിമെന്റ് ആണ്. പോർട്ട്ലൻഡ് പൊസോളന സിമെന്റ് യൂസ് ചെയ്യുന്നത് മറൈൻ സ്ട്രക്ചേഴ്സിന്റെ കൺസ്ട്രക്ഷനും മാസ് സ്ട്രക്ചേഴ്സിന്റെ കൺസ്ട്രക്ഷനും തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നാലാമതായി വരുന്നത് എക്സ്പാൻഡിങ് സിമെന്റ് ആണ്. എക്സ്പാൻഡിങ് സിമെന്റും യൂസ് ചെയ്യുന്നത് വാട്ടർ റീറ്റെയിനിങ് സ്ട്രക്ചേഴ്സിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അഞ്ചാമത്തേത് കളേർഡ് സിമെന്റ് ആണ്. ഡെക്കറേറ്റീവ് വർക്ക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കളേർഡ് സിമെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ലോ ഹീറ്റ് സിമെന്റ് ആണ്. ലോ ഹീറ്റ് സിമെന്റ് യൂസ് ചെയ്യുന്നത് മാസ് കോൺക്രീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഡാമിന്റെ ഒക്കെ കൺസ്ട്രക്ഷന് യൂസ് ചെയ്യുന്ന സിമെന്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് പറയാം? ലോ ഹീറ്റ് സിമെന്റ് പറയാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് ആണ്. ക്വിക്ക് റിമൂവൽ ഓഫ് ഫോം വർക്ക്. പെട്ടെന്ന് നമുക്ക് ഫോം വർക്ക് റിമൂവ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി വർക്ക് വരുന്ന കേസിലൊക്കെയാണ് ഏത് യൂസ് ചെയ്യുന്നത്? റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഹൈഡ്രോഫോബിക് സിമെന്റ് ആണ്. ഫ്രോസ്റ്റ് ആൻഡ് വെതർ ആക്ഷൻ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിമെന്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഹൈഡ്രോഫോബിക് സിമെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഈസ് ഹൈ അലുമിന സിമെന്റ്. ഹൈ അലുമിന സിമെന്റ് യൂസ് ചെയ്യുന്നത് ഹൈ ഹീറ്റ് റെസിസ്റ്റൻസ് വേണ്ട സ്ഥലങ്ങളിലാണ്. അതായത് എവിടെയൊക്കെ ആയിരിക്കും? ചിമിനീസിൽ യൂസ് ചെയ്യാറുണ്ട്, റിഫ്രാക്ടറീസിൽ, കിൻസിലൊക്കെ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഹൈ അലുമിന സിമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ക്വിക്ക് സെറ്റിംഗ് സിമെന്റ് ആണ്. അണ്ടർ വാട്ടർ കോൺക്രീറ്റിങ്ങിന് വേണ്ടിയിട്ട് വെള്ളത്തിന്റെ അടിയിൽ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്? ക്വിക്ക് സെറ്റിംഗ് സിമെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റാറ്റിക് അല്ലെങ്കിൽ റണ്ണിങ് വാട്ടറിന്റെ കേസിലൊക്കെ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ അവിടെയും യൂസ് ചെയ്യുന്ന ഏത് തന്നെയാണ്? ക്വിക്ക് സെറ്റിംഗ് സിമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി കനാൽ ലൈനിങ്സിൽ അതുപോലെ സീവേജ് വർക്സിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സിമെന്റ് ആണ് സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ 12ാമത് വരുന്നത് വൈറ്റ് സിമെന്റ് ആണ്. ഡെക്കറേഷൻ വർക്സിന് വേണ്ടിയിട്ടാണ് വൈറ്റ് സിമെന്റ് യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ ഈസ് എക്സ്ട്രാ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ്. അത് യൂസ് ചെയ്യുന്നത് കോൾഡ് വെതർ ക്ലൈമറ്റിൽ കോൺക്രീറ്റിംഗ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എക്സ്ട്രാ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ ടിപ്സ് ആൻഡ് ട്രിക്സിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സിവിൽ ഡയറീസ്.